എന്തൊരു ഉരുളലാണ് കുഞ്ഞാപ്പ. PM ശ്രീ എടുത്ത് മേനോനോടൊപ്പം ശാഖയിൽ പോയി ദണ്ഡുപൂജ തുടങ്ങിയ വിവരം നാട്ടുകാർ കയ്യോടെ പിടിച്ച സന്ദർഭത്തിൽ ഇന്നിപ്പോ മാധ്യമങ്ങളോട് വന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ശ്രീനിവാസൻ മോഡലിൽ ഒരു ഉരുളൽ. ഇതേ നോക്കിയേ, ആ വാർത്ത മുഴുവൻ കള്ളമാണത്രേ, തെറ്റാണത്രേ. നിങ്ങളുടെ ചെവിയും നിങ്ങളുടെ കണ്ണിനും തകരാറുണ്ട്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലത്രേ. എന്തൊരു ദീനിയാണ് നമ്മുടെ കുഞ്ഞാപ്പയെ. ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഇപ്പൊ വന്ന വാർത്തക്കുള്ള മറുപടിയായി ഇനി ഞങ്ങളെ സബ് കമ്മിറ്റി വന്നതിന് ശേഷം ഗവൺമെന്റ് അത് ആലോചിച്ച് ഫൈനൽ എന്താണ് എന്ന് പറയും. അതായിരിക്കും നിലപാട്. ഇന്നലെ കൺവീനറോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അത് കൊടുത്തു എന്നുള്ളത്. അല്ല കൺവീനർ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളത് കൊടുത്ത എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ വിശദീകരിച്ചല്ലോ. എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് വേറെ കൊടുക്കാനുള്ള പണി കണ്ടല്ലോ ദീനിയുടെ ഉരുളൻ. ഈ ദീനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പിന്നെയും പറയുന്നുണ്ട്. കാര്യം, നല്ലൊരു ദീനിയാണെങ്കിൽ കള്ളം പറയാൻ പാടില്ല, ഏതെങ്കിലും വിഷയം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ വഞ്ചന പാടില്ല എന്നൊക്കെ നബിവചനം ഉള്ളപ്പോൾ ദീനിയായിട്ടുള്ള കുഞ്ഞാപ്പ പിന്നെയും ആവർത്തിച്ച് ഒരു ബെടാ നുണ കൂടി ഇതിന്റെ ഇടയിൽ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഞാൻ ഇന്ന് ഊരണം എങ്ങനെയാന്ന് സബ് കമ്മിറ്റി പറയണം. അയ്യോ ദീനി കുഞ്ഞാപ്പ, ഇതെങ്ങനെ ഊരണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ? നിങ്ങൾക്ക് സബ് കമ്മിറ്റി ഒന്നും വേണ്ട, ഊരാനും വഴിയുണ്ട്. നിങ്ങളത് അറിഞ്ഞൂടെങ്കിൽ ഇതേ നിങ്ങൾക്ക് ഈ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ എങ്ങനെയാണ് ശാഖയിലെ ദണ്ഡുപൂജ അവസാനിപ്പിക്കേണ്ടതെന്ന് ഈ വാർത്ത അങ്ങോട്ട് കേട്ടെ. PM ശ്രീ സ്കീമിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് പിന്മാറുകയോ ഒപ്പിടാതിരിക്കുകയോ ചെയ്യാമെന്ന് കേന്ദ്ര സർക്കാർ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് PM ശ്രീ പദ്ധതി ആനുകൂല്യങ്ങൾ നഷ്ടമാകും. MOU ഒപ്പിട്ട ശേഷം കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ കേരളത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും മറുപടിയിൽ വ്യക്തം. അബ്ദുൽ വഹാബ് MP ചോദ്യത്തിനാണ് കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വിഷ്ണു പ്രസാദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു പ്രസാദ്, കേരള സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ പദ്ധതി ഒപ്പിട്ട് ഫണ്ട് വാങ്ങിച്ചു പോയി, ഇനി പിന്മാറാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. രണ്ട്, MOU ഒപ്പിട്ട ശേഷം പിൻവാങ്ങൽ അസാധ്യമാണ് എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും പൊളിയുകയാണ്. ഒന്ന്, ഫണ്ട് നൽകിയ 35 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ലിസ്റ്റ് ഇന്ന് ജയന്ത് ചൌധരി പുറത്തുവിടുമ്പോൾ അതിൽ കേരളമില്ല. അപ്പൊ കേരളത്തിന് ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ചേരാതിരിക്കുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് PM ശ്രീയുടെ ഫണ്ട് കിട്ടില്ല എന്നുള്ളതാണ് ജയന്ത് ചൌധരിയുടെ മറുപടി. അതിനർത്ഥം ചേരാതിരിക്കുകയോ വിഡ്രോ ചെയ്യുകയോ ചെയ്യാം എന്നാണല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാർ ഉയർത്തിയ രണ്ട് വാദങ്ങളും UDF MP ചോദ്യത്തിൽ തന്നെ പൊളിഞ്ഞു വീഴുകയാണ്. മെമ്മറാണ്ടം എന്ന് പറഞ്ഞാൽ കരാറല്ല, അത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് ഈ കരാറിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഒപ്പ്, അതിന് ഒരു വിലയില്ല. അത് നടപ്പാക്കിയെന്ന് കരുതി ഏതൊരു സംസ്ഥാനത്തിനും ആ ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ പിന്മാറാമെന്നുള്ളതാണ് നിയമം. ഇനി അതുകൊണ്ട് പാവപ്പെട്ട 10 വയസ്സര ബുദ്ധിയില്ലാത്ത ആ ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, കാര്യം നിങ്ങൾ തന്നെ കരുതുന്നുണ്ട് യവന്മാരെല്ലാം കഴുതകളാണ്, അല്ലെങ്കിൽ വെറും മൂരിത്തലയന്മാരാണ്, യവന്മാരടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, മണ്ടന്മാരായിട്ടുള്ളവർക്ക് ഒന്നും മനസ്സിലാകില്ല എന്ന് പറയുമ്പോൾ തന്നെ അതേ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പറയാറില്ലേ, ചില കാപട്യങ്ങൾ തനിയെ തുറക്കപ്പെടും. അങ്ങനെ പടച്ചോൻ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഉള്ളിലിരിപ്പും ദണ്ഡുപൂജയും എന്താണെന്ന് അദ്ദേഹത്തിന്റെ നാക്കിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, പറയും. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്. കേട്ടല്ലോ, ഒരു സ്കൂളും ഇവിടെ കൊടുക്കില്ല, ഒരു സ്കൂളും കൊടുക്കില്ല, അതിൽ പറയണ ഒരു നിയമവും നടക്കില്ല. ഇത് നടപ്പാക്കുമെന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾ ബോധ്യമായല്ലോ. അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ അപ്പം നോക്കാം, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട. ദണ്ഡുപൂജയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവരെപ്പോഴെങ്കിലും ആ ദണ്ഡുപൂജ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമാക്കുകയാണെങ്കിൽ അന്ന് നോക്കാം. എങ്ങനെയുണ്ട്? പൈസ കിട്ടിയ ഏത് കുഞ്ഞാപ്പയും ഈ നാട്ടിലെന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ വെറും മൂരിത്തലയന്മാരാകാതിരിക്കൂ. ഇന്നലകളിൽ ഇതേ ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ പൈസയ്ക്ക് വേണ്ടി അഭിമാനം പണയം വെക്കരുതെന്നാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ലീഗിന്റോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് രാജ്യത്ത് ഒരിടത്തും അവർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ ഇരുന്നിട്ടില്ല.
പക്ഷേ ഇപ്പോഴും 10 വർഷം ഭരിച്ച പിണറായിയുടെ ഒരു സർക്കാർ മാത്രമാണ് ഒപ്പിടാതിരുന്നിട്ടുള്ളത്. അതിൽ മെമ്മറാണ്ടം മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ. ലീഗിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് എത്രയോ ഗഡു പണം വാങ്ങിക്കഴിഞ്ഞു. 2022 മുതൽ ഇതുവരെ ഒപ്പിടാത്തവർ അവസാനം ശ്വാസം മുട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ പരമാവധി ഫണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചപ്പോഴാണ് SSK ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ സർവശിക്ഷാ അഭിയാൻ ഫണ്ടിന് വേണ്ടി അവർ ഒരു ഒപ്പിട്ടത് എന്ന് കരുതിക്കൊണ്ട് PM ശ്രീ ആയിരുന്നില്ല. പക്ഷെ അതിനെ PM ശ്രീ എന്ന് വരുത്തിക്കൊണ്ട് ദണ്ഡുപൂജ ചെയ്ത് സംഘികളെയും കേന്ദ്രന്മാരെയും സന്തോഷിപ്പിക്കാൻ ലീഗന്മാർ തന്നെ അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്ന ആ വിസ്മയം കണ്ടിട്ട് നിങ്ങളോട് പിന്നെയും പറയുന്നു, വെറും മൂരിത്തലയന്മാരാകല്ലേ. ലീഗ് നേതാക്കന്മാർക്ക് പറ്റിക്കാൻ വേണ്ടി വെറും കഴുതകളാകരുതെന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.